Now we are at Vashisht. ഇവിടെയാണ് വശിഷ്ഠ ടെമ്പിൾ വരുന്നത്. നമുക്കിത് അവിടെ ഷൂ റാക്ക് ഉണ്ട്. അപ്പോൾ അവിടെ ഷൂ അഴിച്ചിട്ട് വേണം ഇതിനോട്ട് ഉള്ളിൽ കയറാൻ. അപ്പം ഞങ്ങൾ ഷൂ ഒന്നും അഴിച്ചില്ല. അപ്പോൾ ഉള്ളിലോട്ട് കയറുന്നില്ല. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഹോട്ട് വാട്ടർ വരുന്നുണ്ട്. അത് ഇതിനകത്താണെന്നാണ് പറഞ്ഞത്. അത് അമ്പലമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോകണമെങ്കിൽ ചെരുപ്പ് അഴിച്ചിട്ട് അങ്ങനെയൊക്കെ വേണം പോകാൻ. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം അങ്ങോട്ട് കയറുന്നില്ല. നമുക്ക് അവിടെ ഇതിൻ്റെ അത് കൂടെ പോയി കഴിഞ്ഞാൽ ജോഗിനി ഫോൾസൊക്കെ വരുന്നത് ആ ഒരു സൈഡാണ്. അപ്പോൾ ഇത് കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു പൈൻ വാലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ഷോപ്പിങ്ങിൻ്റെ ഒരു സ്ട്രീറ്റാണ്. അവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഞങ്ങൾ മോൾ റോഡിൽ നിന്ന് ഓട്ടോ എടുത്തിട്ട് ഒരു 200 റുപ്പീസേ ഉള്ളൂ. എന്നിട്ട് നേരെ ഇങ്ങനെ വന്നു. അപ്പോൾ അത്യാവശ്യം വലിയ കയറ്റമൊക്കെയാണ്. കുറച്ച് ഒരു ചെറിയ രീതിയിൽ ഓഫ് റോഡ് ഓട്ടോറിക്ഷയിലാണ്. നല്ല രസമായിരുന്നു. റോഡ് കുടുകൂടെ അങ്ങോട്ട് വന്നു. പിന്നെ ചെറിയ റോഡാണ്. പക്ഷെ ഒരു രസമാണ്, ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്കിനി നേരെ അങ്ങോട്ട് നമ്മളുടെ പൈൻ വാലിയിലോട്ട് പോകും. അവിടെ കുറച്ച് സമാധാനപരമായിരിക്കും. പിന്നെ ഇത് ഇവിടെ ഒരുപാട് സ്റ്റേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് സ്റ്റേ ആണോ അപ്പാർട്ട്മെൻ്റ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ടിട്ട് അപ്പാർട്ട്മെൻറ്റാണ് തോന്നുന്നു. ഒരു അടിപൊളി ഇത് ഈ ഗ്രാമത്തിലത്തെ വീടാണ് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ വരുന്നത് സ്റ്റേ ആണ്. പിന്നെ അങ്ങോട്ട് ഫോറസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഇതേ നമുക്ക് ഈ ഒരു ഇതിൽ കൂടെയാണ് പോകേണ്ടത്. ഇവിടെ എന്തോ ഒരു ഇത് വരുന്നുണ്ട്. ഇതൊക്കെ ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെ സ്റ്റേ ആ തോന്നുന്നു കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് സ്റ്റേ ഉണ്ട്. അതുകൊണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേ എന്താ സാധനല്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഷാരു ഫോട്ടോ എടുത്ത് തീരുന്നില്ല. നല്ല ഫ്രെയിംസ് അല്ലേ. എപ്പോഴും ഇവിടെ വന്നിട്ട് കുട്ടി ക്യാമറ പുറത്തേക്ക് എടുത്തിട്ടില്ല. എപ്പോൾ നോക്കിയാലും പറയും ക്യാമറ എടുക്കായിരുന്നു. വരുമ്പോൾ ഓർക്കില്ല, വന്നിട്ടാണ് ഓർക്കുക. ശരിക്കും മണാലിയിൽ വന്നപ്പോൾ ആസ് എ ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഒരു വീഡിയോഗ്രാഫർക്ക് അല്ലെങ്കിൽ ഒരു കണ്ടൻറ് ക്രിയേറ്റർക്ക് എവിടെ നോക്കിയാലും ഫ്രെയിമാണ്, കണ്ടൻറ്റാണ് കേട്ടോ. അത് ഞങ്ങൾ കേട്ടിരുന്നു. ഇപ്പം അത് എക്സ്പീരിയൻസ് ചെയ്യുക. ഇതേ ഇവിടെ കണ്ടോ, റൂം വിത്ത് കിച്ചൺ ആൻഡ് വൈഫൈ എന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലെ റിമോട്ട് ജോബൊക്കെ നോക്കുന്നവർക്ക് അത് അടിപൊളിയായിരിക്കും. നമ്മളിപ്പോൾ ചെയ്യുന്നത് ആക്ച്വലി അങ്ങനത്തെ കേട്ടോ. അടിപൊളിയല്ലേ. ദേ ഇവിടുന്ന് അങ്ങോട്ട് ഇവരുടെ ഈ ഒരു ഗ്രാമം തുടങ്ങാൻ തോന്നുന്നുണ്ട് കേട്ടോ. അതൊക്കെ സ്റ്റേജാണ്, നല്ല ഭംഗിയില്ലേ. ഇവിടെ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുവാണ്. നമുക്ക് ദേ അത് കൂടെയാണ് പോകേണ്ടത്. സീനാണല്ലോ, ശ്രദ്ധിച്ചു കേട്ടോ. വാ, ഇത് കൂടെയാണ് പോകേണ്ടത്. ഇവിടെയൊക്കെ ഷൂട്ട് നന്നായിട്ടും ഇങ്ങനത്തെ സ്ഥലത്ത് കൂടെ ഒക്കെ പോകുമ്പോൾ ഷൂ ഉള്ളതുകൊണ്ട് ഒന്നും അറിയുന്നില്ല. ഷാരുവോ നോക്കി വാ. കാല് പെട്ടെന്ന് സ്കിഡായി പോവും. ഇങ്ങനെ തന്നെയാ. ഓക്കെ, ഈ പൈപ്പിൽ നോക്കി ചവിട്ട്. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പണിയാവും, നമ്മൾ വാങ്ങി കൊടുക്കേണ്ടി വരും. അയ്യോ, കുഴപ്പമില്ല. പക്ഷേ രസമുണ്ട് ഇങ്ങനെയൊക്കെ പോവാൻ. വാ, മെല്ലെ വാ. ആരാംസേ. വാട്ട്, കൈ വേണമാ? പറ്റും, വാ. ഇനി എത്ര കയറാൻ കിടക്കും. ഇത് ഇവിടെയൊക്കെ പക്ക വില്ലേജിലോട്ട് എത്തിയിരിക്കുകയാണ്. കണ്ടോ, ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തോ ഒരു വേറൊരു എക്സ്പീരിയൻസ് ആട്ടോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ പാവാട്ടോ. ചിലവർ നമ്മൾ ചിരിക്കുമ്പോൾ ചിരിക്കില്ല, മേ ബി നമ്മളെ കണ്ടിട്ടായിരിക്കും. ചിലർ ഭയങ്കര സ്വീറ്റാ. ഇവിടെ എന്താ, ഇവിടെ മൊത്തം എന്തോ പൈപ്പ് ഇടുകയാണ്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഇത് കൂടെയാ. എവിടെയാ? ഞാൻ കണ്ടില്ല. ജോഗിനി ഫോൾസ്. അയ്യോ ഷാരു, മെല്ലെ വീഴല്ലേ. ആൾക്കാർ പണിയെടുക്കുന്ന കണ്ടില്ല. എത്രയും വലിയ കല്ല കൊണ്ടുപോകണം. എന്തായാലേ സമ്മതിക്കണം. നല്ല മൂടാട്ടോ ഇവിടെ. നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചത്, ഹീറ്റർ ഉണ്ട്, ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ്, അടിപൊളി കഫേ തോന്നുന്നു. നമുക്കെന്തായാലും മേലോട്ട് കയറാം. ഇവിടെ നിന്ന് അങ്ങോട്ട് വില്ലേജസ് മാത്രമായിട്ട് ഇപ്പോൾ കുറച്ച് വീടുകളൊക്കെ കുറഞ്ഞു.
ഇത് ആ ദൂരെ കാണുന്നതാണ് ബ്യാസ് റിവർ. ആ പോകുന്നത് ലേയിലോട്ടാട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് വശിഷ്ഠിൽ നിന്ന് നേരെ ജോഗിനി വില്ലേജിലോട്ട്. ജോഗിനി വില്ലേജിലാണ് ജോഗിനി ഫോൾസ് ഉള്ളത്, ജോഗിനി വാട്ടർഫോൾസ് ഉള്ളത്. നല്ല രസമുണ്ട് കേട്ടോ വഴി. കുറേ ആഗ്രഹിച്ച റൂട്ടാണ് ഇതൊക്കെ. ഇത് കൂടെ ഇങ്ങനെയൊക്കെ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ ഈ ട്രക്കിങ്ങൊക്കെ നല്ല രസമുണ്ട്. അതും ഈ വില്ലേജ് കൂടെ കാമൻ ക്വയറ്റായി വേറെ ശല്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകാൻ ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ പോകുമ്പോൾ ഭയങ്കര എക്സ്പീരിയൻസാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. അത് അടിപൊളിയാണ്. സോ എല്ലാവരും വായോ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യും. വില്ലേജസ് അങ്ങനെ പോകുന്ന വഴിക്ക് ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ. കണ്ടല്ലോ അവിടെ നമുക്ക് കഫേസ് ഉണ്ട്. പറാത്ത, മോമോസ്, തുക്ക, ഫ്രൈഡ് റൈസ്, ചൗമീൻ. നമ്മൾ കുറച്ച് ദിവസമായിട്ട് കംപ്ലീറ്റ് ചെയ്താ. നല്ല രസമുണ്ട്. അപ്പം നമുക്ക് പോവുകയാണെങ്കിലും വലിയ സീനൊന്നുമില്ല. വെച്ചിക്കുവാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഷോപ്സ് ഉണ്ട്, കഫേസ് ഉണ്ട്. അവിടെ നിന്നൊക്കെ എന്തെങ്കിലും വാങ്ങി കഴിക്കാം. ഇത് കംപ്ലീറ്റ് ആപ്പിൾ തോട്ടല്ലേ. അയ്യോ എന്ത് രസമാണ് കാണാൻ. എടാ നോക്കടോ, അടിപൊളി വ്യൂ. നൈസായിട്ടില്ലേ വ്യൂ? ആ ഇത് പൊളിച്ച്. ഗൈസ് ഒരു ട്രക്കിംഗ് പോളിൻ്റെ കുറവും കൂടെ ഉണ്ട്. വാങ്ങിയാലോ വിചാരിക്കുന്നുണ്ട്. ഒന്ന് വീട്ടിലുണ്ട്. നമ്മൾ ഞാൻ വട്ടം അത് യൂസ് ചെയ്തിട്ടുള്ളൂ. മഞ്ഞൊക്കെ പോയി ഗൈസ്, മഞ്ഞൊക്കെ പോയി. കണ്ടോ അവിടെ കുറച്ച് ഏരിയ ഉള്ളൂ, പക്ഷെ കുഴപ്പമില്ല, വരുമായിരിക്കും. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അയ്യോ ഈ പാറ നിൽക്കണം നോക്കിയേ. അവിടെയൊക്കെ നിൽക്കണം. സീൻ കിടിലൻ വ്യൂ. ഇവിടെയുള്ള വ്യൂ കണ്ടോ? അങ്ങനെ കാമൻ ക്വയറ്റ് പ്ലേസില്ലേ. എങ്ങനെയുണ്ട്? നല്ല വ്യൂ. ഇതേ ആപ്പിൾ. പക്ഷെ സീസൺ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ കണ്ടോ അതിലൊന്നുമില്ല. എൻ്റെ മുന്നേ എന്താ അത്? ഓ മലടിച്ചിട്ടല്ല, ഞാൻ വിളിച്ചു മലടിച്ച. അവിടെ ചേച്ചി എന്തോ ചെയ്യുന്നുണ്ട്. നോ സീൻ. ദീദിയെ In the forest and mountains, animals do not leave trash. Humans do. Please behave like animals. അടിപൊളി. കിട്ടില്ല സാധനം കേട്ടോ, അടിപൊളി. കാരണം ചില സ്ഥലത്തൊക്കെ പോകുമ്പോഴേ നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ എൻ്റെ കിടക്കുന്നുണ്ടോ ശരിക്കും നമുക്ക് തന്നെ എന്താ പോലെ ദേഷ്യമൊക്കെ വരും. കാരണം ഇപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് നമ്മൾ ആ പൈപ്പ് വയ്ക്കുന്നില്ലേ, അതിൽ ആ ഒരു കുഴി ഉണ്ടാക്കിയിട്ടുണ്ട്. കുഴി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുന്നു. സീന എല്ലാവരും കണ്ടോ? ഇത് കണ്ടോ ഒക്കെ ഇട്ടിരിക്കണേ. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്ത് ഭംഗിയായിരിക്കും. അപ്പോൾ അതേ നമ്മളങ്ങനെ നടന്നു വന്നപ്പോൾ ഒരടിപൊളി കോഫി ഷോപ്പ് കണ്ടു കേട്ടോ. ഇവിടെ മാഗി, കോഫി, ടീ ഒക്കെ ഉണ്ട്. ദേ നോക്കി ഒരു സുന്ദര കുട്ടപ്പൻ. അപ്പോൾ ഞങ്ങൾ നേരെ കയറി. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ ചെരുപ്പ് കഴിച്ചിട്ട് വേണം കയറാൻ. പിന്നെ ദേ ഇവിടെ ഈ ഒരു ഇരിക്കുന്ന സെറ്റപ്പാണ്. ദേ കണ്ടോ 2 എണ്ണം. ഞങ്ങൾ കോഫി ന്യൂഡിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ചേട്ടൻ്റെ ഈ ന്യൂഡിൽസ് എടുക്കുന്നു. എന്ത് മൂടായിരിക്കും നോക്കിയേ. ഈ ഒരു സാധനം കണ്ടിങ്ങനെ കോഫിയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. നല്ല അടിപൊളി വ്യൂവിൽ കോഫി കുടിക്കാൻ പോവാ. അപ്പോൾ വശിഷ്ഠിന്ന് ജോഗിനിക്ക് ഈ വഴി ട്രക്ക് ചെയ്ത് വരുവാണെങ്കിൽ ഈ കഫേയിൽ മസ്റ്റായിട്ട് കയറണം കേട്ടോ. നല്ല വ്യൂ, മിസ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര പീസ്ഫുൾ ആയത്. സ്നോ മൗണ്ടൈനൊക്കെ കണ്ട് ഫീലായിട്ട് ഇതിങ്ങനെ ഇരിക്കാം. മാഗി വന്നു. അപ്പം നീ കഴിക്കട്ടെ. അപ്പോൾ നമ്മളിതേ മാഗിയൊക്കെ കഴിച്ച് കോഫി കുടിച്ച് ഇനിയിപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. സോ ഈ ഒരു ലൊക്കേഷൻ മറക്കണ്ട. അടിപൊളി കോഫി, അടിപൊളി മാഗി, കിടിലം വൈബ് സെറ്റ്. അപ്പം എന്നാൽ പോവാം. ഇനി നമുക്കിത് ഇങ്ങനെ പോകണം. എന്നിട്ട് ഇത് കൂടെ ആണോ? ഇത് കൂടെ എങ്ങനെ അങ്ങ് മേലേക്ക് പോകണം. ഇവിടെ സിപ്പ് ലൈൻ പോകുന്നുണ്ട് കേട്ടോ. അവിടുന്ന് ഇങ്ങോട്ടുള്ളൂ. അവിടുന്ന് ഇങ്ങനെ വന്ന് എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ നടക്കാം. കയറണോ? നോക്കാം എന്താ റേറ്റ് എങ്ങനെയൊക്കെ നോക്കട്ടെ, എന്നിട്ട് കയറാം. അപ്പോൾ അതേ നമ്മൾ നടന്നൊരു ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിട്ടോ. നല്ല ഭംഗിയുള്ളൊരു ബ്രിഡ്ജ്. ട്രയൽസൊക്കെ അടിപൊളിയാട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അടിപൊളിയല്ലേ? നല്ലൊരു ബ്രിഡ്ജ് കേട്ടോ, ഭയങ്കര ഭംഗി. ചെറിയൊരു അരുവി, ചെറിയ വാട്ടർഫോൾസ്, അടിപൊളി.
ഇത് കൂടി ഇങ്ങനെ വരുന്നത്. ഓ ആ മലേന്ന് വരുന്നതായിരിക്കൂലേ. ഇത് തണുപ്പായിരിക്കും. വന്നു കഴിഞ്ഞാൽ ഭയങ്കര റൊമാൻറ്റിക് ഫ്രണ്ട്സ് എല്ലാവരും. അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നല്ലേ ആ റോസാപ്പൂ ഉണ്ടാക്കുക. നൈസ്. ഇതാണ് വഴി. പിന്നെ ഇങ്ങോട്ട് ഇതൊക്കെ നല്ല മുള്ളാട്ടോ. ഇതല്ല നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. അരുൺ ബ്രോ നൈസായിട്ടൊന്ന് വീണു. ഇത് അധികം കണ്ടോ, നല്ല മുള്ള. ഇത് തട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അതെ ഇവിടെയാണ് നമുക്ക് ആ സിപ്പ് ലൈൻ വരുന്നത്. അതിൻ്റെ പ്രൈസൊക്കെ എങ്ങനെയാണെന്ന് നോക്കട്ടെ. നമ്മൾ ചിലപ്പോഴേ കയറുള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കാം. ജോഗിനി വാട്ടർഫോൾസ് ഇത് കൂടെ ഉണ്ടോ ജോഗിനി പോവുക. പിന്നെ അതിലൂടെയും കയറി പോവുക. അവിടെ ആൾക്കാരൊക്കെ കയറി പോകുന്നുണ്ട്. അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, പക്ഷേ കുറച്ച് അഡ്വഞ്ചറും കൂടെയാണ്. അപ്പോഴല്ലേ ഒരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് സിപ്പ് ലൈൻ വരുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ നേരത്തെ കണ്ടത് തുടങ്ങണേ. അതുവരെ പോവാ. അതൊരു വേറെ മൂഡ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഹൗ മച്ച് റുപ്പീസ് ഫോർ സിപ്പ് ലൈൻ? 300 per person for single side. Both sides is 500. ബോത്ത് സൈഡ്സ്. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് 300, ഇങ്ങോട്ട് വരണമെങ്കിൽ 200 കൂടെ, 500 ബോത്ത് സൈഡ്. അപ്പോൾ ഇത് നമ്മളങ്ങനെ വുഡ്സിൻ്റെ ഇടയിലോട്ടെത്തി. ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നമുക്ക് ജോഗിനി ഫോൾസിലേക്ക് ഇത് കൂടെയും പോവാം. പിന്നെ അതിൽ കൂടെ വഴിയുണ്ട്. അത് ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോവാം. ഞങ്ങളവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് രണ്ടിടത്തു കൂടെ പോവാം. ഇതും അത്യാവശ്യം സ്റ്റീപ്പാണ്, അതും സ്റ്റീപ്പാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ജോഗിനി ഫോൾസിലോട്ട് പോകണില്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ വന്ന് ഇവിടെ കുറച്ച് റിലാക്സ് ചെയ്തിട്ട് നെക്സ്റ്റ് വീക്ക് ജോഗിനി ഫോൾസ് കവർ ചെയ്യാച്ചിട്ടാണ്. നമുക്കെല്ലാം ഭയങ്കര റിലാക്സ് ചെയ്ത് കാണാം അല്ലേ. ഇവിടെ ഇതൊരു വീടാ തോന്നുന്നു. ഇവിടെയൊക്കെ സ്റ്റേ അടിച്ച് കഴിഞ്ഞാൽ എന്ത് മൂടായിരിക്കും അല്ലേ. നമുക്ക് ഇത് രസമായിരിക്കും. പുറകിൽ പൈൻ വാലി. ഇവിടുത്തെ പൈൻ വാലി വേറെ ലെവലാട്ടോ. എന്ത് ഭംഗി അറിയോ. ഇപ്പം നമുക്കിപ്പോൾ പോകുന്ന വഴിയിൽ റഷൊന്നുമില്ല, പക്ഷേ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ റഷ് ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ ഷോപ്പാണ് കേട്ടോ. ആക്ച്വലി ഇത് സ്റ്റേ അല്ല. എനിക്ക് തോന്നുന്നു ഇത് സ്റ്റേ ആണോ തോന്നുന്നു. ഈ പൈൻ വാലിനെ പറയുന്നത് മെഡിറ്റേഷൻ ജംഗിളാണ്. നമ്മൾ ബേസ് ജോഗിനി ഫോൾസ് ആണ് കാണാൻ പോകുന്നത്. മേലേക്ക് ട്രക്ക് ചെയ്ത് കയറിയ ടോപ്പിലെത്തും. നമുക്ക് ഇവിടുന്ന് ജോഗിനി ഫോൾസ് കാണാം കേട്ടോ. ഞാൻ ഈ ഒരു ട്രീസ് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് കാണാം. ഞാൻ അങ്ങോട്ട് നടക്കട്ടെ. അവിടെ കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്സ് ആട്ടോ. ഓ നൈസ്. സ്റ്റേ കാണുന്നു. എന്താ സീന് നോക്കിയേ, ഒരു രക്ഷയില്ല. ഇത് രീതി ഉണ്ടാക്കിയതാട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. നൈസ്. ഇത് ഡ്രൈ ആപ്പിൾ ആട്ടോ. നീ ചോദിക്കും ജി പേ നെയ് പേഴ്സ് ഇല്ലേ? ലിക്വിഡ് മണി വാങ്ങിയാലോ. ഇവിടെ വരുമ്പോൾ എല്ലാവരും ലിക്വിഡ് ക്യാഷ് കയ്യിൽ വയ്ക്കുക. ഞങ്ങളിത് കണ്ടതാ, പക്ഷെ മറക്കും. പേഴ്സിലുണ്ടോ? എന്നാൽ നമുക്ക് ഇത് വാങ്ങാം കേട്ടോ. ज़्यादा है। घर के लिए ले लो, अभी तो ज़्यादा है। हाँ, केरला में सो हॉट समर ഇത് ഫുള്ള് അയച്ചിടണം. കേരള जब तक यहाँ घूमना तब ദീദി നമ്മളത്തെ വീട്ടിൽ പോയിട്ട് യൂസ് ചെയ്യാൻ മഫ്ലർ മേടിക്കാൻ പറയാം. നമ്മളാണെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ മേടിക്കുന്നത് മഫ്ലർ. കൊച്ചിത്തെ അവസ്ഥ നമുക്കല്ലേ അറിയുള്ളൂ. കൊച്ചിയിൽ ഡ്രൈ ആപ്പിൾ. क्या भूल गया बेटा। നിന്റെ വാല എങ്ങനെയുണ്ട്? അച്ഛാ അച്ഛാ दीदी आपका नाम वो नाम से क्या लेना बेटा। ओ दीदी दीदी है, दीदी दीदी है, माता भी बोल सकते हैं। हम खाया मैंने हाँ टेस्ट करो. नहीं, मैंने खाया बहुत। अपने बाग का है, हाँ अपने एप्पल है, खुद बनाया है। आपने बनाया? हाँ जी। അവര് തന്നെ ഉണ്ടാക്കുന്നതാ. അവര് കുറെ ഇത് കഴിക്കുന്നതെന്നൊക്കെ പറയുന്നു. पहले तो हमारे बहुत എനിക്ക് താ എനിക്ക് താ. हनी नहीं नहीं कुछ नहीं, ऐसे ही है। നല്ല ടേസ്റ്റ്. ऐसे ही है। നമ്മുടെ सनलाइट में करना ड्राई। നെല്ലിക്കൊക്കെ കിട്ടൂലേ ചെറുത് ഡ്രൈ ഫ്രൂട്ട് ആയിട്ട്, അതേപോലെ ഉണ്ട്. തേൻ നെല്ലിക്ക ഡ്രൈ ഫ്രൂട്ട് കിട്ടൂലേ,
सेम आपको आंवला मालूम आंवला हमारे गांव में आंवला हनी आंवला है है। हाँ हनी है आपके वहाँ होता है आंवला बनाना मैंगो सब हमारे भी यहाँ नहीं मिलेगा। होता है कोकोनट हमारे यहाँ नहीं होता है हमारे यहाँ एप्पल चेरी एप्पल इधर इधर का चेरी चेरी हाँ। एप्पल एप्रिकॉट एप्रिकॉट दीदी पियर अब अलम खारा वो होता है क्या अलम खारा കല്ലുമ്മക്കായ കല്ലുമ്മക്കായ अलम खारा होता है कोलम होता है पियर होता है പിയർ ഫ്രൂട്ടാണ് ഫ്രൂട്ടാ പറയുന്നത് चेरी होता है നമ്മൾ apricot, सब കല്ലുമ്മക്കായ ഫ്രം വേർ കിतने किधर से मिला? किधर से मिला अब नहीं मिलेगा अब नहीं है കല്ലുമ്മക്കാര കല്ലുമ്മക്കാര ഓക്കെ വേറെ എന്തോ ആണ് ഞാൻ കല്ലുമ്മക്കായ എന്ന് വിചാരിച്ചു ये सब कोलम होता है ना प्लम 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 പ്ലം പ്ലം खारा होता है മൈ ഫേവറേറ്റ് ഫ്രൂട്ട് कोलम भी इधर से ആ अलम खारा भी इधर से पियर കൊല്ലല്ലടാ പ്ലം चेरी भी इधर से apricot अभी नहीं मई ഇതാണ് നമ്മളുടെ ആ ഒരു ജോഗിനി ഫോൾസ്. ഇനി ഇത് കൂടെ നമ്മൾ ഒരു ഇവിടെ ബേസിലുള്ള ഒരു വാട്ടർഫോൾസ് ഉണ്ട്, അതിലോട്ടാണ് പോണേ. ഇതേ നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ഈ ഒരു ചെറിയൊരു അരുവി ക്രോസ് ചെയ്ത് പോകണം കേട്ടോ. സോ നമുക്കിത് കയറിപ്പോം. കുറച്ചേ ഉള്ളൂ. ഇതുപോലത്തെ ഉള്ള സ്വഭാവങ്ങൾ കാണിക്കരുത്, മാതിരിത്തെ സാധനങ്ങൾ കാണിക്കാതിരിക്കുക. ഇത്രയും നല്ലൊരു മൗണ്ടൈൻസും ബാക്കി കാര്യങ്ങളുടെ ഇടയിൽ എന്താ ഇവരെയൊക്കെ പറയുക? ഓ ഇത് ഇങ്ങനത്തെ സ്ഥലത്ത് ഇതേ കണ്ടോ, ഇതൊന്ന് നമുക്ക് കംപ്ലീറ്റ് എത്ര പറഞ്ഞാലും എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ തോന്നണേന്നാണ് അറിയാത്തില്ലടാ. എന്ത് കഷ്ട മനുഷ്യന്മാർ. പിന്നെ അതേപോലെയാണ് കുറേ എണ്ണം മൂടാന്നും പറഞ്ഞ് ഉറക്ക പാട്ട് വെച്ച് ഇങ്ങനെ പോവാ. എന്നാൽ പിന്നെ വീട്ടിൽ ഇന്ന് കേട്ടാൽ പോരെ, അല്ലെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് പോവാ. ഇത്രയൊരു നല്ല സ്ഥലത്ത് കൂടെ പാട്ടൊക്കെ വെച്ച് ആകെ അലമ്പായി. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ നാച്ചുറൽ ഫീൽ ചെയ്ത് പോവാ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും ഇവിടുത്തെ സൗണ്ടൊക്കെ ഫീൽ ചെയ്ത് പോകണ്ടേ. മാത്രമല്ല അതിഷ്ടപ്പെടുന്നവർക്ക് ഈ ഉറക്ക പാട്ടൊക്കെ വെച്ച് ബാക്കിയുള്ളവർക്കും കൂടെ ശല്യമായിട്ട് എവിടെയൊക്കെ നോക്കി കച്ചറ. എന്ത് മനുഷ്യന്മാരല്ലേ. ഇന്നിത് എവിടെ തിരക്കൊന്നുമില്ല, ആരുമില്ല, നമ്മൾ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. എത്ര നിന്നിട്ടും മതിയാവുന്നില്ല, അത്രയും അടിപൊളി സ്പോട്ടായിട്ടോ. ഇവിടെ വലിയ തിരക്കില്ല. ആക്ച്വലി നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജോഗിനി ഫോൾസിക്കുള്ള ട്രെക്കിംഗ് പാത്താണ് ഇതേ ആ കാണുന്നത്. ഇവിടെ നമുക്ക് ഈ ബേസ്, ഈ ഒരു ബേസ് വാട്ടർഫോൾസ് കാണാം. എങ്ങനെയുണ്ട്? അടിപൊളി. നമുക്ക് ഇവിടെ ആരും ഇല്ലാതെ ക്രൗഡ് ഒന്നും ഇല്ലാതെ നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വരാം. ഇപ്പൊ വന്നേ ഉള്ളൂ ഇതേ അവരൊക്കെ. അതുവരെ ഞങ്ങൾ മാത്രമായിരുന്നു. ഒരു കുറേ ടൈം ആയില്ലേ ഇങ്ങോട്ട് വന്നിട്ട്. അങ്ങോട്ടൊക്കെ അങ്ങോട്ട് എന്തായാലും പോകണം. പക്ഷേ ഫ്രെയിംസ് അടിപൊളി, നല്ല ഭംഗിയുണ്ട് കാണാൻ. സോ ഈ ഒരു സ്പോട്ട് മറക്കണ്ട. വശിഷ്ഠ നിങ്ങൾ വശിഷ്ഠ ടെമ്പിളിൽ വരിക. ടെമ്പിളിൽ നിന്ന് അതിൻ്റെ സൈഡിൽ കൂടെ വില്ലേജ് കൂടെ ട്രക്ക് ചെയ്ത് ഇങ്ങ് പോരുക. ആ ഒരു വാട്ടർഫോൾസിൽ നിന്ന് ഇറങ്ങി വന്നു. ഇനി നമുക്കിത് ഈ ഒരു വഴി പോകണം. എന്നിട്ട് അത് ആ ഒരു റിവർ ക്രോസ് ചെയ്ത് പോകണം. റിവറല്ല, ആ ഒരു ചെറിയ അരുവി ക്രോസ് ചെയ്തിട്ട് അങ്ങനെ പോകണം. ഇതേ ഒരാൾക്ക് ഇവിടെ ആ ഒരു ചെറിയ ഇത് ക്രോസ് ചെയ്യാൻ ഭയങ്കര പേടി. എനിക്ക് വീണാലോ. സോ നമുക്കിതേ ഇത് കൂടെയാണ് പോകേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു അരുവി. ചാരു ദേ ഞാനും പോട്ടെ. ശ്രദ്ധിക്കണം, വ്ളോഗ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒത്ത പണി പാളുമോ. നീ പോ വേണ്ട നീക്കോ. നമുക്കിത് ഇത് കൂടെ പോകണം. കുറച്ച് സീനാണ്, ബട്ട് കുഴപ്പമില്ല. കല്ലുകൂടെ ചവിട്ടി വാട്ടോ. എങ്ങനെയുണ്ട്? വാ. ഇപ്പോഴാട്ടോ ഡെക്കാത്തലോൺ ഷൂവിൻ്റെ ഒരു ഇത് മനസ്സിലായത്. കാരണം അത് കൂടെ സിമ്പിളായിട്ട് വന്നു. വെള്ളമൊന്നും കുഴപ്പമുണ്ടായില്ല, വാട്ടർ പ്രൂഫ് അല്ല ഇത്. ഞങ്ങളുടെ എല്ലാവരും അടുത്തും ചെയ്യുന്നു. ഡെക്കാത്തലോൺ പ്രൊമോഷനൊന്നുമല്ല, പൈസ കൊടുത്ത് വാങ്ങിയതാണ്. പക്ഷേ ഇഷ്ടമായി. അപ്പോൾ നമ്മൾ വന്ന് ഇപ്പോൾ ഒരു നമ്മളൊരു ചോളകം കഴിക്കുകയാണ്. ചോളകം ചുട്ടത് ഞങ്ങളുടെ ഫേവറേറ്റാണ്, ഞങ്ങളുടെ രണ്ടുപേരുടെയും. ഒരാളിത് നാളെ പോവാൻ റെഡി ആയി നിൽക്കുക. റെഡിയൊന്നുമല്ല, ദിവസം പോയാൽ അറിഞ്ഞില്ല പണ്ടാരം പിടിക്കുക. അങ്ങനെ ചോളകം കിട്ടിയിലും ടേസ്റ്റ് കിട്ടോ. അത് ഈ ഒരു ആംബിയൻസിലും കൂടെ ആകുമ്പോൾ വേറെ ലെവൽ.
ആണോ? കഴിച്ചു നോക്കിയേ, എങ്ങനെയുണ്ട്? നമ്മുടെ നാട്ടിലല്ലോ. അല്ല, വ്യത്യാസമുണ്ട്. കഴിച്ചു നോക്കിയേ. ചൂടുണ്ടോ? ഇല്ല കഴിച്ചോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടിപൊളി. കഴിക്കണതിന് മുന്നേ തന്നെ പറഞ്ഞു കഴിച്ചേ. ഉളുപ്പിട്ടി. അതുപോലെ ഓ അത് ശരി. നൈസ്. ഓ, ഈ ഒരു ആംബിയൻസിൽ ഇതിങ്ങനെ കഴിക്കാൻ പറയാൻ സമ്മതിക്കരുത്. ഇനി മതിഞ്ഞ് ഞാൻ. ഇവിടെ നമ്മൾ പോകുന്ന ഈ ഒരു ട്രയൽസൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. മൊത്തം സ്റ്റെപ്സൊക്കെ കയറി വേണം പോകാൻ. സ്റ്റെപ്സൊക്കെ ഇറങ്ങി വേണം പോകാൻ. നമുക്ക് ഈ ഇതിലൂടെയും വരാം, നമ്മളിപ്പോൾ വന്ന ട്രക്കിംഗ് ഭാഗത്ത് കൂടെയും വരാം. ശരിക്കും ഡ്രീം കണ്ടത് അല്ലേ? എത്ര ഡ്രീം കണ്ടതെന്നറിയോ? ഈ ഒരു ഇങ്ങനത്തെ ഇത് കൂടെയൊക്കെ നടക്കുന്നത് കണ്ടില്ലേ? ഇതുപോലത്തെ ഉള്ള ട്രയൽസ് കൂടെയും, അതെ, ഇതേപോലുള്ള ട്രയൽസും ഇങ്ങനത്തെ ഉള്ള വില്ലേജസ് കൂടെ ഒക്കെ നടന്ന് എക്സ്പ്ലോർ ചെയ്ത്, അതായത് റഷില്ലാതെ ടൈം എടുത്ത് ഭയങ്കര റിലാക്സ് ആയിട്ട് പോകണം. അപ്പോഴേ നമുക്ക് ഇവിടെയുള്ള കംപ്ലീറ്റ് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റേത് നമ്മൾ ഇവിടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, സ്കിഡ് ആവുന്നുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ഈ വ്ളോഗും പിടിച്ച് പോകേണ്ട തോന്നും. ഓക്കെ, ഇവിടെ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഞങ്ങൾ ആക്ച്വലി ഇവിടെ 1 month നിന്നുകൊണ്ട് നമുക്ക് വളരെ റിലാക്സ് ചെയ്ത് ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, ഈ ഒരു വില്ലേജ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അത്ര എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോണത്. അതുകൊണ്ട് അങ്ങനെ പറ്റുന്നവരങ്ങനെ വരിക. ഇല്ല 3 daysനൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ട്രക്കിങ്ങൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നേരെ ഇങ്ങോട്ട് വരിക, ഇതൊക്കെ എൻജോയ് ചെയ്ത് പോവുക അല്ലേ. നമ്മളിതേ ഇങ്ങനെ താഴെ എത്തി. ഇതുവരെയാണ് കാറും ബൈക്കൊക്കെ വരിക. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യാം. എന്തോ ഫീസ് ഉണ്ട് തോന്നുന്നു. പുള്ളിയുടെ അതിലൊരു സ്ലിപ്പ് കാണുന്നുണ്ട്. ഇവിടെ എന്തോ ഇപ്പോൾ പൈപ്പ് പണിയാണ്, ഇതൊക്കെ തീരുമായിരിക്കും. അതാണ് കേട്ടോ നമ്മൾ പോയ ജോഗിനി ഫാൾസ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇങ്ങനെ താഴോട്ട് പോകാം. നല്ല രസമായിട്ടോ അത് കൂടെ ഇങ്ങനെ നടക്കാൻ. ഇതേ കണ്ടില്ല, ഒരാൾ ചാടി കളിച്ച് പോകണേ. ഇഷ്ടമായോ? ഒന്നും ആൾക്ക് ഒട്ട കയറി നിൽക്കുകയാണ് എയറിലാണ്. അപ്പോഴേ നമ്മളങ്ങനെ ആ ഒരു വില്ലേജിലോട്ട് എത്തി. ഇതാണ് ഏത് വില്ലേജ്? ജോഗിനി വില്ലേജ്. ഇവിടെ കുറേ ഫ്ലാഗൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ ഫ്ലാഗ് വാങ്ങണം. കുറേ ഡ്രീമായിരുന്നു ആ ഫ്ലാഗ് ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് നാട്ടിലെ ആമസോണിലൊക്കെ കിട്ടും, പക്ഷേ ഇമാജിൽ വന്നിട്ട് അതൊന്ന് വാങ്ങണം. ഇവിടെ പിള്ളേരൊക്കെ കളിക്കാൻ തുടങ്ങി കണ്ടോ. ഇവരൊക്കെ ഇവിടുത്തെ ആൾക്കാരാ. ഇതാ ഞാൻ പറഞ്ഞ് നമ്മൾ ഭയങ്കര ഡീപ്പായിട്ട് എക്സ്പ്ലോർ ചെയ്ത് വരുമ്പോൾ ഇവരുടെ ലൈഫും കൂടെ നമുക്ക് കാണാൻ പറ്റും. അത് കാണുമ്പോൾ ഭയങ്കര കൂളായിരിക്കും. പിന്നെ അതൊക്കെ ഒരു എക്സ്പീരിയൻസാണ്. ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഭയങ്കര ഫീലാണ്. പിന്നെ ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈല് നമ്മളിൽ നിന്നും ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ. നമ്മൾ വേറൊരു ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ പോകും. അത് ഓരോ പ്ലേസിനനുസരിച്ചിട്ട് മാറും. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റും എല്ലാം ഡിപ്പെൻഡ് ചെയ്യും. എല്ലാം ഡിഫറെൻറ്റാണ്. അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അവരുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് വന്ന് എക്സ്പ്ലോർ ചെയ്ത് അത് വന്ന് എക്സ്പീരിയൻസ് തന്നെ വേണം. സോ ഞങ്ങളിത് ഇങ്ങനെ നടക്കുന്നത് കൂടെ. അപ്പോൾ അതേ നമ്മൾ അത് മെയിൻ റോഡാണ് തോന്നുന്നു. അവിടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എന്താ ഇനി ഇവിടുന്ന് ഓട്ടോ എടുത്തിട്ട് നേരെ നമ്മൾ മോൾ റോഡ് പിടിക്കും അല്ലേ. അപ്പോൾ എന്താ എല്ലാവരും വരിക, എക്സ്പ്ലോർ ചെയ്യുക. അതെ, എല്ലാം എക്സ്പീരിയൻസ് ചെയ്യുക. അടിപൊളിയാണ്. മൊത്തം ലൈഫ് അങ്ങ് കളറാവും. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളത് അതെല്ലാം ചെയ്യാം. വർക്ക് ഹാർഡ്, ഗോ ഫോർ ഇറ്റ്. യെസ്, ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഫോർ മണി, ഡ്രീം ട്രാവലിംഗ്. അത് ഇതേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം. സോ വി ആർ സോ ഹാപ്പി. അപ്പോൾ എന്നാൽ ഈ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡിരിക്കട്ടെ. നമുക്ക് വീണ്ടും വരും. എല്ലാവരും ഇൻസ്റ്റ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അതെ, യാ. അപ്പം നോക്കേ, ബൈ ബൈ.